ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അതിന് തന്നെ പറയാനുള്ളത്, പടത്തിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പിന്നെ പറയാനുള്ളത്, പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ള പടത്തിന്റെ കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. മെയിനായിട്ട് പറയാനുള്ളത്, മമ്മൂട്ടി, വിനായകൻ, ജിബിൻ, ഗോപിനാഥ്, പിന്നെ ലേഡീസ് കാസ്റ്റിംഗ് എന്ന് പറയാനായിട്ട് ഒരു 10-17 പേരോളം ഉണ്ട്. മൊത്തം പറയാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് പേരുടെ പേര് പറയണേ. ഗായത്രി, രജീഷ വിജയൻ, അങ്ങനെ അങ്ങനെ അടങ്ങുന്ന ഒരു 10-17 പേരോളം ഉണ്ട് ഫീമെയിൽ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. വേറൊന്നുമല്ല, പടത്തിലെ വിനായകന്റെയും മമ്മൂട്ടിയുടെയും ആക്ടിങ് ഏത് ലെവലായിരിക്കും എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയിൽ ഇരിക്കുന്നു. അത് പടം കാണാൻ തിയേറ്ററിൽ പോകുന്നവരെ എനിക്ക് അത് തന്നെയാണ് ചിന്ത. വേറെ ഒന്നും തോന്നിയെന്ന് വെച്ചാൽ, പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, വിനായകൻ സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മുമ്പ് കീഴടക്കുന്ന തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ പുള്ളിയുടെ അഭിനയത്തിന് മുമ്പ് വിനായകൻ ഒന്നും ഇല്ലെന്നുള്ള രീതിയിലായിപ്പോയി. പക്ഷെ പുള്ളി ആ വില്ലൻ റോള് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് വിനായകന്റെ റോളാണ് ആദ്യം വന്നത്. ആ റോള് പുള്ളി ചെയ്യേണ്ടെന്ന് വെച്ച് വിനായകന് കൊടുത്താന്ന് പറഞ്ഞ്, എന്നിട്ട് ആ വില്ലന്റെ റോള് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് പുള്ളി സെലക്ട് ചെയ്താണ് വില്ലന്റെ റോള്. അപ്പൊ ആ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നായകനെക്കാട്ടും സത്യം പറഞ്ഞ സ്കോർ ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക സത്യം പറഞ്ഞാൽ ഇനി പുള്ളി ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് പറയാനുള്ള പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. വേറൊന്നുമല്ല, ഓരോ സിനിമ കഴിയും തോറും പുള്ളി ഒന്നുകൂടി ഒരു അഭിനയം എങ്ങനെയാണോ ഒന്നുകൂടി ഒരു ആദ്യം ഒരു തുടക്കക്കാരുടെ ഏത് രീതിയിലാണോ വന്നത് ആ രീതിയിലുള്ള പെർഫോമൻസും ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാനാണ് പുള്ളി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 19 കൊല്ലമായി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പുള്ളി, എന്നിട്ടും പുള്ളി ഇപ്പോഴും ഒരു പുതിയൊരു ആക്ടർ വന്നിട്ട് ചൂട് ഒന്നുകൂടി മയം മന്ന പോലെയാണ് ഇപ്പോഴും പുള്ളി വന്നിട്ടിരിക്കുന്നത്. എന്താണെന്നറിയാൻ പറ്റില്ല, പുള്ളി ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. ഈ പടത്തെ പറ്റി പറയാനുള്ളത്, ഓവറോള് ഒരു കിടിലം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ്. അത് മെയിനായിട്ട് പറയാനുള്ള മമ്മൂട്ടിയുടെ ആക്ടിങ് ആണ്. അത് വേറെ ഒന്നുകൂടി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പുള്ളിയാണ് മൊത്തത്തിൽ ഈ പടത്തിന് സ്കോർ ചെയ്തിരിക്കുന്നത്. പുള്ളി ഇല്ലെങ്കിൽ പടം ഇല്ലെന്ന് തന്നെ ചോദിച്ചു. ആ റോള് വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടർ നമുക്ക് ശരിക്കും ദഹിക്കില്ല. സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടർ മമ്മൂട്ടി തന്നെ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ശരിക്കും ആ ക്യാരക്ടർ ദഹിച്ചത്. കിടിലായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അടിപൊളി മൂവിയാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്.